അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു വെണ്ടക്കക്കറിയുടെ റെസിപ്പിയാണ്. നമ്മളിതിലേക്ക് തേങ്ങ അരപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ എന്നും ഒരേ രീതിയിൽ വെണ്ടക്കക്കറിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുള്ളി, വെളുത്തുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. ഉള്ളികളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉള്ളികളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട, ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു മസാലപ്പൊടികളുടെ ആ ഒരു പച്ചമണക്കൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഇനി വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ കറി ആവശ്യം അതിനനുസരിച്ചിട്ട് വെണ്ടക്കയുടെ അളവും കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വെണ്ടക്ക ചേർത്ത് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ വെണ്ടക്കയുടെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്കൊരു 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെണ്ടക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത് തൈര് ചേർത്തിട്ടുള്ളൊരു വെണ്ടക്ക മോരുകറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് വെണ്ടയ്ക്ക ഇതുപോലെ തൈര് ചേർത്ത് മോരുകറി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയും വേണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തൈരിൻ്റെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല പുളി ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ 1 കപ്പോളൊക്കെ ഒഴിച്ചു കൊടുക്കുക. തൈര് ചേർക്കുന്നതിന് മുമ്പായിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടണം. തൈര് നന്നായിട്ട് തിളച്ച് പോകാൻ പാടില്ല. തൈര് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. നല്ലപോലെ ഒന്ന് തവി വെച്ച് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ വെണ്ടക്ക മോര് കാച്ചിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് താളിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്